നമസ്കാരം. മറ്റൊരു വിഷയവുമായി പവർ പോയിന്റിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ ഒരു ബജറ്റ് കേന്ദ്ര സർക്കാരിനെ നിലനിർത്തുന്നതിന് വേണ്ടി മോദി സർക്കാർ കാണിച്ച ഒരു ഗിമ്മിക്ക് മാത്രമാണ് എന്ന വിമർശനങ്ങൾ ഉയരുന്നു. ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരിയാണ് ബജറ്റിൽ തുകയും വികസന പദ്ധതികളും അനുവദിച്ചിരിക്കുന്നത്. വലിയ വിമർശനം മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കിടയിലും അതേപോലെ ഇന്ത്യ സഖ്യത്തിനും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഈ വിഷയമാണ് ഇന്ന് പവർ പോയിൻ്റ് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ BA പ്രകാശ്, രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ AG ജോർജ്, BJPയിൽ നിന്നും ശ്രീമതി രാഗേന്ദു, മൂവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. മൂവർക്കും പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ശ്രീ BA പ്രകാശ്, അദ്ദേഹത്തിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീ പ്രകാശ്, എങ്ങനെയായിരിക്കും ഈ ഒരു ബജറ്റ് ഈ വിമർശനങ്ങൾക്കപ്പുറത്ത് സാമ്പത്തികമായി നമ്മുടെ രാജ്യത്തെ ഇനി മുന്നോട്ട് നയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലവും അനുകൂലവുമായ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ബഡ്ജറ്റിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ്, സാമ്പത്തിക നില എന്താണ്, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താണ്, അത് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതിനെ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും GDP വളർച്ചയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 രാജ്യങ്ങളിൽ, സാമ്പത്തിക ശക്തികളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഇതൊരു വശത്താണെങ്കിൽ മറുവശത്താണെങ്കിൽ പ്രത്യേകിച്ച് ഗ്രാമീണ ജനങ്ങളുടെ സ്ഥിതി നോക്കൂ. ഏതാണ്ട് 69% ജനങ്ങൾ ഗ്രാമീണ മേഖലയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലൊരു പിന്നീട് ഒരു കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ സർവേ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കണക്ക് നോക്കൂ. അതായത് അതിൻ്റെ ആ കണക്കനുസരിച്ച് ഏതാണ്ട് നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങളിൽ ആദ്യത്തെ 20% ആളുകൾ, അതിൽ നല്ലൊരു ശതമാനം പേർക്കും 3 നേരം ആഹാരം കഴിക്കാനുള്ള പണമില്ല. അടുത്ത 20% നോക്കൂ, 3 നേരം ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല. പല സ്റ്റേറ്റുകളിലും 2 നേരം മാത്രമേ ആഹാരം കഴിക്കുന്നുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ 98% പേരും ആഹാരം കഴിക്കുന്നു. ഞാനീ പറഞ്ഞത് അതിരൂക്ഷമായിട്ടുള്ള ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ വലിയ ഒരു മോശമായൊരവസ്ഥ, ഇതെല്ലാം നിലനിൽക്കുന്നു. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഈ ബഡ്ജറ്റിൽ എന്തുണ്ട്? നമ്മൾ ഒരു വശത്ത് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ്, ശരി, കൊള്ളാം. പക്ഷേ ഈ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ 69% ജനങ്ങളും ഗ്രാമീണ പ്രദേശങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ സെൻസസ് നടത്തിയിട്ടില്ല. ആ സെൻസസിൻ്റെ കണക്കുകളൊക്കെ വന്നിരുന്നുവെങ്കിൽ എന്താണ് ഗ്രാമീണ മേഖലയിലുള്ള സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കാണാം. അടുത്ത വേറൊരു എടുക്കൂ. ഇന്ത്യയിലുള്ള ഇന്ത്യൻ നഗരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ 50% സ്ലം ഏരിയയിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് കണക്ക്. ഇന്ത്യയിലെ നഗരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിലെ 50% ചേരികളിലാണ് ജീവിക്കുന്നത്. എന്തുണ്ട് അവർക്ക് വേണ്ടി? അല്ലെങ്കിൽ ആ ചേരി മാറ്റാൻ എന്തുണ്ട്? അടുത്ത് വേറൊന്ന് എടുക്കൂ. നമ്മുടെ ഡൽഹി പോലുള്ള പട്ടണങ്ങളിൽ എന്തുമാത്രം എയർ പൊല്യൂഷനാണെന്നറിയാമോ? ഡൽഹിയിലൊക്കെ പോയി നിങ്ങൾ താമസിച്ച് 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജോലി തീരും. അത്രയും മോശമായിട്ടുള്ള എയർ പൊല്യൂഷൻ. ഈ എയർ പൊല്യൂഷൻ്റെ കാര്യത്തിൽ ഡൽഹിക്ക് ലോകത്തെ 3-ാം സ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷനുള്ള 10 പട്ടണങ്ങൾ എടുത്താൽ അത് 8 നമ്മുടെ ഇന്ത്യയിലാണെന്ന് ഓർക്കണം. അത് ഒരു ഡയമെൻഷൻ. ഞാനിവിടെ 3 ഡയമെൻഷനാണ് പറഞ്ഞത്. അതായത് നമ്മൾ വളർച്ചയെപ്പറ്റി പറയുന്നു, ഗ്രാമീണ മേഖലയിലുള്ള ഹാർഡ് റിയാലിറ്റിയെ പറ്റി പറയുന്നു, അതോടൊപ്പം തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നു. നമ്മൾ വലിയ നഗരവികസനമാണെന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. നഗരത്തിൻ്റെ സ്ഥിതി ഇതാണ്. അപ്പോൾ ഇത്തരം പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ എന്തുണ്ട് ഈ ബഡ്ജറ്റിൽ? വിമർശനങ്ങൾ രാഷ്ട്രീയപരമായി ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞു ബജറ്റിനെതിരെ. കേരളമടക്കമുള്ള പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അതിൽ ആന്ധ്രയ്ക്ക് മാത്രം ചില പ്രത്യേകതകൾ, അത് ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പ്രതിസന്ധി വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് പല രാഷ്ട്രീയ മാനങ്ങളും കൈവന്നിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, തമിഴ്നാടിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഇങ്ങനെയൊരു ബജറ്റ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന വിമർശനങ്ങൾ ഉയരുന്നു. എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്?
ഇതിനെ രാഷ്ട്രീയമായി ഇതിനകം തന്നെ ഈ ബജറ്റിനെ ഒരു പ്രത്യേക വിശേഷണം പൊതുസമൂഹം നൽകിക്കഴിഞ്ഞു. കുർസി ബച്ചാവോ ബഡ്ജറ്റ് എന്ന് പേര് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആക്ഷരികമായി അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇരിക്കുന്ന കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി കാട്ടിയ അത്യന്തം വളരെ നിലവാരം കുറഞ്ഞ വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഈ ഒരു ബജറ്റ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഇന്ത്യയിലെ ചരിത്രം, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ധനമന്ത്രിമാർ ഉണ്ടായിരുന്നു. ടി കൃഷ്ണമാചാരി, ജോൺ മത്തായി തുടങ്ങിയതായിട്ടുള്ള ആളുകളിൽ തുടങ്ങി ഡോക്ടർ മൻമോഹൻ സിംഗ്, ചിദംബരം, അതുപോലെ തന്നെ അരുൺ ജെയ്റ്റ്ലി, രണ്ടാം തലമുറയിലൊക്കെ വന്നിട്ടുള്ള എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ ധനമന്ത്രിയായിരുന്ന സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ ഇത്രയും വില കുറഞ്ഞ രാഷ്ട്രീയ കളിക്ക് വേണ്ടി ഒരു ബജറ്റിനെ പക്ഷപാതപരമായ ഒരു ബജറ്റാക്കി, അല്ലെങ്കിൽ പ്രതിലോമകരമായ ഒരു ബജറ്റാക്കി, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ പ്രത്യേകം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരുക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റാക്കി ബജറ്റിനെ തരം താഴ്ത്തി എന്ന് പറയുമ്പോൾ ഇതിനെ ബജറ്റെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പ്രയാസമാണ്. ഇതിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞല്ലോ. ഇത് യഥാർത്ഥത്തിൽ ആന്ധ്ര അസംബ്ലിയിലും ബീഹാർ അസംബ്ലിയിലും അവതരിപ്പിക്കേണ്ട ഒരു ബജറ്റാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ആക്ഷരികമായി ശരിയാണ്. 46,000 കോടി രൂപയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കായിട്ട് വിഭാവനം അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് 26,000 കോടി രൂപ ബീഹാറിനും 15,000 കോടി രൂപ ആന്ധ്രാപ്രദേശിനും പ്രത്യേകമായി അലോക്കേഷൻ നടത്തിയിരിക്കുകയാണ്. അവിടെയാണ് ഇൻട്രോയിൽ പറഞ്ഞല്ലോ, ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശവുമുള്ള ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 144 കോടി ജനങ്ങളുള്ള ഒരു ഭാരതത്തിൽ ഈ മറ്റ് 26 സംസ്ഥാനങ്ങൾ എന്താ ഈ സംസ്ഥാനങ്ങളല്ലേ? അപ്പോൾ ഈ പറയുന്ന ബീഹാർ ബഡ്ജറ്റായിട്ടും ഈ ആന്ധ്ര ബജറ്റായിട്ടും ഇതിനെ ചുരുക്കത്തക്ക രീതിയിലേക്ക് രാഷ്ട്രീയമായി അധപ്പതിച്ച ഒരു മാനസിക ഒരു അവസ്ഥയിലേക്ക് ഒരു കേന്ദ്ര ധനമന്ത്രി അല്ലെങ്കിൽ ഒരു കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോവുക എന്ന് പറയുന്നത് വളരെ വളരെ തരംതാണ ഒരു സമീപനമാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 തരത്തിൽ കാണുന്നു. ദേശീയ തലത്തിൽ എന്താണിപ്പോൾ മുഖ്യമായി ഇവിടെ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ 2 മാസം മുമ്പ് പുറപ്പെടുവിച്ച ഒരു ഡോക്യുമെൻറ്റിൽ അവർ പറയുന്നത് ഇന്ത്യയിലെ അഭ്യസ്ത വിദ്യരിൽ 86.9% ആളുകൾക്ക് തൊഴിലില്ല. അഭ്യസ്ത വിദ്യരെന്ന് പറയുമ്പോൾ അവർ നിർവചിക്കുന്നത് +2 മുതൽ മുകളിലോട്ട് പഠിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കണക്കല്ല. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അന്തർദേശീയ സംഘടന പുറത്തുവിട്ട ഒരു ഡോക്യുമെൻറ്റിലാണ് ഇത്രയും ആളുകൾ ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരാണ്. അപ്പോൾ തൊഴിലില്ലായ്മയുടെ ആക്കം എത്രയുണ്ടെന്ന് ആലോചിക്കണം. നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഈ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം മുൻപ് 2014 അധികാരത്തിൽ വരുമ്പോൾ അവർ പുറപ്പെടുവിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു വലിയ വാഗ്ദാനമുണ്ടല്ലോ, ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 10 വർഷം കൊണ്ട് 20 കോടി ജനങ്ങൾക്ക് തൊഴിൽ കിട്ടേണ്ടതല്ലേ? അതിൻ്റെ 100-ൽ1 അംശമെങ്കിലും നടത്താനായി അവർക്ക് സാധിച്ചിട്ടുണ്ടോ? തൊഴിലില്ലായ്മ ഏറ്റവും ഗുരുതരമായിരിക്കുന്നു. 2, വിലക്കയറ്റം. എവിടെയാണ് ഈ പറയുന്ന വിലക്കയറ്റത്തിന് കാര്യമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുള്ളത്? ഇപ്പോൾ 1 കിലോ ടൊമാറ്റോയ്ക്ക് ഏതാണ്ട് 80 രൂപ വരെ ആയിരിക്കുന്നു. 1 കിലോ സവാളയ്ക്ക് 60 രൂപ ആയിരിക്കുന്നു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ തരത്തിലുള്ള വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ വിലയിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിൽ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. ഒന്നും തന്നെ കാണുന്നില്ല. മൂന്നാമതൊരു കാര്യം പറയട്ടെ, എന്തൊരു വലിയ തികഞ്ഞ വൈരുദ്ധ്യമാണ്. കാർഷിക മേഖലയ്ക്ക് എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ വൈരുദ്ധ്യം ഞാൻ പറയാം. കാർഷിക മേഖലയ്ക്ക് ഒരു ഭാഗത്ത് പറയുന്നു നമ്മൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. കർഷക സമരം നമ്മൾ കണ്ടതാണ്. കർഷകർക്കെല്ലാം സഹായം കൊടുത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ ബജറ്റ് എടുത്ത് നോക്കണം. ഞാൻ പറയുന്നത് ശരിയായിരിക്കുമെന്നാണ് ഡോക്ടർ പ്രകാശ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതായത് വളത്തിനുള്ള സബ്സിഡി കുറച്ചിരിക്കുകയാണ്. അവിടെയാണ് വൈരുദ്ധ്യം ഞാൻ പറഞ്ഞത്. കർഷകരെ സഹായിക്കുന്നു എന്ന് ഒരു നാവ് കൊണ്ട് പറയുകയും വളത്തിനുള്ള സബ്സിഡി കോടിക്കണക്കിന് കുറയുകയും ചെയ്യുമ്പോൾ അത് തികഞ്ഞ വൈരുദ്ധ്യമല്ലേ? അപ്പോൾ അങ്ങനെയാണോ ഈ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നത്? അതുപോലെ നമ്മൾ കണ്ടതാണല്ലോ, ദീർഘമായ കർഷക സമരം ഹരിയാനയിലെയും പഞ്ചാബിലെയും ഒക്കെ കർഷകർ മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടി നടത്തിയതായിട്ടുള്ള സമരം, തെരുവിൽ മരിച്ചു വീണതായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ? എന്തുണ്ട് ഈ കർഷകരുടെ ഉദാഹരണത്തിന്? അതുകൊണ്ട്
ഇവിടെ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ, അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരിക്കുന്നു. കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരിക്കുന്നു ഉള്ളപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ആനുകൂല്യം പറ്റുന്ന കോർപ്പറേറ്റുകളാണ്. ഇപ്പോൾ കർഷക രംഗം പോലും കോർപ്പറേറ്റ് അംബാനിയുടെയും അദാനിയുടെയും ഡിക്റ്റേഷൻ അനുസരിച്ച് കർഷകർ ഇന്ന വിളവുകൾ കൃഷി ചെയ്യണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ തരത്തിലാണ് കാർഷിക മേഖലയെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ഒന്നാം ഭാഗത്ത് മാറാം. എന്താണ് MSMEയുടെ അവസ്ഥ? സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ ഡീമോണിറ്റൈസേഷൻ്റെ ഭാഗമായി തകർന്ന് തരിപ്പണമായി തീർന്നു. അതിനെ ഉദ്ധരിക്കാനായിട്ട് എന്ത് മാർഗങ്ങളാണ്? ഇപ്പോൾ അതിനെ ഒരു പക്ഷേ BJPയുടെ സുഹൃത്ത് ശ്രീമതി യാഗേന്ദ് പറഞ്ഞേക്കും മുദ്രാ ലോൺ 10 ലക്ഷം എന്നുള്ളത് 20 ലക്ഷം ആക്കിയില്ലേ. അവർ പറയാൻ പോകുന്നത് ഞാൻ മുൻകൂട്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഈ പറയുന്ന സെക്ടറിനെ ഉദ്ധരിക്കാൻ സാധ്യമല്ല. ചെറുകിട വ്യവസായങ്ങളും ഇടത്തരം വ്യവസായങ്ങളും നാമമാത്ര വ്യവസായങ്ങളും അവിടെ തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. ആ മേഖല ഉദ്ധരിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശ്രീമതി രാഗേന്ദു, വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും കസേര ഉറപ്പിക്കാനുള്ള മാർഗമായി മാത്രം കേന്ദ്ര ബജറ്റിനെ മോദി സർക്കാർ മാറ്റിയെന്ന് അതൊരു വശത്ത് മാത്രം. മറ്റൊന്ന്, ഈ അവതരിപ്പിച്ച ബജറ്റിൽ തന്നെ നേരത്തെ ഇരുവരും ചൂണ്ടിക്കാട്ടിയതുപോലെ കർഷകർക്ക് വേണ്ട പദ്ധതികളില്ല. കർഷകരുടെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഗണിക്കാത്തൊരു ബജറ്റ്. വളം സബ്സിഡി അടക്കം എടുത്തു മാറ്റുന്നു. അതിനെതിരെ കേരളത്തിലടക്കം വലിയ പ്രതിഷേധം കർഷക സംഘടനകളും നമ്മുടെ ഇവിടെയുള്ള കൃഷി വകുപ്പ് മന്ത്രിയൊക്കെ തന്നെ പ്രതികരിക്കുന്നതും നമ്മൾ കണ്ടു. ഇത്തരത്തിൽ കർഷകരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള തലക്കടിയേൽക്കുന്ന തരത്തിലുള്ള ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മറുവശത്ത് ഉണ്ടാവുന്നു. അതേപോലെ കസേര ഉറപ്പിക്കാനുള്ള ഒരു ബജറ്റ്, ഇത് അങ്ങനെയല്ല എന്നൊക്കെ BJP നേതാക്കൾ പറയുന്നു. പക്ഷേ സാമാന്യ ബുദ്ധി ഉള്ള ആർക്കും ആ തരത്തിൽ തന്നെയല്ലേ മനസ്സിലാക്കാൻ സാധിക്കുക? ഈ ബഡ്ജറ്റിന് മുന്നേയുള്ള ദിവസം ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അടുത്ത 2047 എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ നമ്മൾ വികസിത രാജ്യമാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കും ഇതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റിലേക്ക് കടക്കുന്നത്. ഈ പറഞ്ഞ രീതിയിൽ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ കർഷകർക്കും ഇവിടുത്തെ യുവാക്കൾക്കും ഇവിടുത്തെ സ്ത്രീകൾക്കും അടങ്ങിയിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങളാകട്ടെ ഇല്ലെങ്കിൽ അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ. അതുപോലെ തന്നെ യുവാക്കൾക്ക് ഇപ്പോൾ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു സൂചന ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണെങ്കിൽ ഏകദേശം 3% എന്ന് പറയുന്ന ഒരു കണക്ക് വരുമ്പോൾ പുറമെ മറ്റ് പല കണക്കുകളും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ യുവാക്കൾക്ക് അവരുടെ തൊഴിൽ നൈപുണ്യം നേടുന്നതിന് അത് ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിന്നല്ല, ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസം മാത്രം വേണ്ടി വരില്ല. അവർക്ക് നൈപുണ്യപരമായി, കാരണം നമുക്കൊരു തൊഴിൽ നേടണമെങ്കിൽ അത് വിദ്യാഭ്യാസം മാത്രം പോരാ, അവർക്ക് ഏതാണോ തൊഴിൽ അതിന് വേണ്ടിയിട്ടുള്ള നൈപുണ്യം വേണം എന്നുള്ള രീതിയിലാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സുപ്രധാന പദ്ധതി കൊണ്ടുവന്നതും. അതിലൂടെ കോടിക്കണക്കിന് നമ്മുടെ യുവാക്കൾ കൃത്യമായിട്ടുള്ള അവർക്ക് വേണ്ട നൈപുണ്യം നേടിക്കഴിഞ്ഞ യുവാക്കളുണ്ട്. അതിൽ കൂടുതലായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യുവാക്കൾ. നമ്മളിപ്പോൾ ഏതൊരു വിദ്യാഭ്യാസം, ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാകട്ടെ ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞവരാകട്ടെ, അവർ പഠിച്ചിറങ്ങുന്നത് മാത്രമാണ്. പക്ഷെ അവർക്കൊരു സ്കിൽ എന്ന് പറയുന്നതിലേക്ക് കൂടുതൽ അതിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 500 കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്ക് അവർക്ക് ഇന്റേൺഷിപ്പ്. നമ്മളൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ തന്നെ തൊഴിൽ നേടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും പലവർക്കും അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് ഇല്ലെങ്കിൽ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് അതിലൊരു ഇന്റേൺഷിപ്പ് നേടാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ അത്തരത്തിൽ ഒരു സാഹചര്യം 5000 രൂപ സ്റ്റൈഫൻഡോട് കൂടി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യമായി തൊഴിലിലേക്ക് കയറുന്ന യുവാക്കൾക്ക് 15000 രൂപയുടെ കേന്ദ്ര സർക്കാർ സഹായം നൽകുന്നുണ്ട്. അത് തൊഴിൽ നേടുന്നവർക്കും അത് തന്നെ തൊഴിൽ ദാതാക്കൾക്കും കൃത്യമായിട്ടുള്ള സബ്സിഡി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ യുവാക്കൾക്ക് ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള തൊഴിൽ മേഖല കണ്ടെത്താൻ, അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പ്രതികൂലമായി പറഞ്ഞതാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് ടാക്സുകൾ കൂട്ടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണപ്പെട്ട ആളുകൾ ഇന്നും സാധാരണക്കാരായി നിൽക്കുന്നു. കോർപ്പറേറ്റുകൾക്കാണ് മോദി സർക്കാർ സഹായം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ
നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ തൊട്ടടുത്ത നമ്മുടെ കേരളത്തെ ഞാൻ ഒരിക്കലും ചൂണ്ടിക്കാണിക്കുന്നില്ല. കാരണം കേരളത്തിൽ ഒരു വ്യവസായം പോലും തുടങ്ങാനുള്ള സാഹചര്യം ഇക്കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അറിയാം. നമ്മുടെ ഇവിടെ തുടങ്ങാനിരിക്കുന്ന സ്ഥാപനങ്ങൾ പോലും അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം ഇവർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തമിഴ്നാട്, അവിടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം 7,000 കോടി രൂപയുടെ ഒരു നിക്ഷേപമാണ്, അതായത് വിദേശ നിക്ഷേപം അവിടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന നിക്ഷേപം അത് കൂടുതൽ സുഗമമാക്കണമെങ്കിൽ നമ്മൾ ഇതേ രീതിയിലുള്ള കോർപ്പറേറ്റ് ടാക്സുകൾ കുറച്ചുകൊണ്ട് നമ്മുടെ യുവക്കൾക്ക് അവിടെ തൊഴിൽ ലഭ്യമാകാനുള്ള സാഹചര്യമാണ് കൂടുന്നത്. മുദ്രാ ലോണിൻ്റെ പരിധി ഉയർത്തിയതും നേരത്തെ രാഘവേന്ദു പറഞ്ഞതുപോലെ അത്തരം ചില കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ തകർന്നുപോയ, പ്രത്യേകിച്ച് ഈ സാർ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഈ ഗ്രാമീണ മേഖലയിലെ കർഷകർ, ഇടത്തരക്കാർ, അങ്ങനെയുള്ളവർക്ക് ഒരു പുനരുജ്ജീവനം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥിതി സർക്കാരിൻ്റെ കണക്ക് വെച്ചാണ് ഞാൻ പറയുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും വളരുന്ന സമ്പദ്ഘടനയാണ്, അതും ശരിയാണ്. പക്ഷേ ഈ ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ മറ്റ് മേഖലയിലുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം, തൊഴിലൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഈ ചെറുപ്പക്കാരുടെ, പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യർ, ഈ ചെറുപ്പക്കാരുടെ തൊഴിൽ ഏതാണ്ട് 20% തൊഴിലില്ലായ്മ നിരക്ക്. സ്ത്രീകളുടെയൊക്കെ ആണെങ്കിൽ അത് 40% വരെയാണ്. അഭ്യസ്ത വിദ്യരുടെ അല്ലെങ്കിൽ SLCക്ക് മുകളിലുള്ള പല സംസ്ഥാനങ്ങളിലും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പഠിച്ചിട്ട് കാഷ്വൽ തൊഴിലാളികളായിട്ട് ആളുകൾ ജോലി ചെയ്യേണ്ട വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതി നിലനിൽക്കുന്നു. പിന്നെ ഈ വേതനം എന്താണ്? ഇപ്പോൾ നമ്മളിപ്പോൾ സ്ഥിര വേതനം, ഈ സ്ഥിരവേതനത്തിൻ്റെ കണക്ക് തന്നെ സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഒരു മാസം സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ തൊഴിലാളികൾക്ക് കിട്ടുന്ന ഏതാണ്ട് 5,000 രൂപയാണ് ഒരു മാസത്തെ കണക്കാക്കണം. പല സംസ്ഥാനങ്ങളിലും കിട്ടുന്നത് പുരുഷന്മാർക്ക് 12,000 രൂപ സ്ഥിരജോലി എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പോയി പണിയെടുക്കുന്നത് മുതൽ എന്തുമാകാം. അപ്പം ഞാൻ ഈ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥ നിലനിൽക്കുന്നു. ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ ഈ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ സർവേ. അതിൽ പറയുന്നത് എന്താണ്? ഈ കേരളത്തിൽ, ഞാൻ ഒരിക്കൽ കൂടെ അത് പറയുന്നു, ഇവിടെ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി വളരെ മെച്ചമായതുകൊണ്ട് ഞാൻ കേരളത്തിലെ ഏതാണ്ട് 98% പേര് 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഗുജറാത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ 32%, രാജസ്ഥാനിൽ 34%, മഹാരാഷ്ട്രയിൽ 34%, മധ്യപ്രദേശിൽ 39%. നമ്മളിവിടെ വലിയ വികസനമാണ്, നമ്മളിതാ രാജ്യത്തെ മറിക്കാൻ പോകുന്നു, നമ്മളിതാ ലോകത്ത് മുകളിലോട്ട് കയറുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സാധാരണക്കാരൻ്റെ സ്ഥിതി ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പോൾ ഈ സ്ഥിതി അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തർക്കം, ഈ ബഡ്ജറ്റിൽ ചില സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 സംസ്ഥാനങ്ങൾക്ക്, ആന്ധ്രയ്ക്ക് 15,000 കോടി രൂപ, ബീഹാറിന് 26,000 കോടി രൂപയുടെ വൻ പാക്കേജ് കൊടുത്തു. അതേസമയത്ത് മറ്റ് ഒരുപാട് സംസ്ഥാനങ്ങൾ, ഇതിനേക്കാൾ വളരെ മോശപ്പെട്ട ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു സെൻട്രലായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതിനെ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ BJP സർക്കാർ വരുന്നതിന് മുമ്പുള്ള ഒരു കാലത്ത് നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വികസനത്തിന് വേണ്ടിയുള്ള തുക, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള തുക, വലിയ തോതിലുള്ള പ്രോജക്റ്റുകൾക്കുള്ള തുക, ഇതെല്ലാം ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയും അതിന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട തുക തീരുമാനിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു, വ്യക്തമായ മാനദണ്ഡങ്ങളനുസരിച്ച്. നമ്മളിപ്പോൾ BJP സർക്കാർ വന്നോട് പ്ലാനിംഗ് കമ്മീഷൻ വേണ്ടെന്ന് പറഞ്ഞു, നമുക്ക് പദ്ധതിയൊന്നും വേണ്ടെന്ന് നീതി ആയോഗ്. നീതി ആയോഗ്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഇപ്പോൾ എന്താണ്, സർക്കാരിന് തോന്നിയ ദിവസം പോലെ, കേന്ദ്ര സർക്കാരിന് തോന്നിയ ദിവസം പോലെ പണം കൊടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട്. അതായത് ധനകാര്യ കമ്മീഷൻ വഴി കേന്ദ്ര സർക്കാരിൻ്റെ നികുതി വിഹിതത്തിൻ്റെ 1% ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് വലുതായിട്ട് കുറ്റം പറയാൻ കഴിയില്ല. അതേസമയത്ത് ഈ തരത്തിലുള്ള, അതായത് ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വികസനത്തിന് കൊടുക്കേണ്ട തുകയ്ക്ക് ഒരു നോമോ അല്ലെങ്കിൽ ഒരു മാനദണ്ഡമോ ഇല്ലാതെ കൊടുക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ബഡ്ജറ്റിനെ പറ്റി ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം റേസ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് അതാണ്. കേരളവും തമിഴ്നാടും കർണാടകയും എല്ലാം ഇവിടുത്തെ ജനങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിലേക്ക് ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. അതിന് ആനുപാതികമായി ബജറ്റിലെങ്കിലും പരിഗണിക്കപ്പെടേണ്ടതല്ലേ? ശ്രീ രാഘവേന്ദു പറയുന്നത് പോലെ ഇതൊക്കെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് ചുരുക്കാൻ സാധിക്കുമോ? എന്താണ് കോർപ്പറേറ്റ് ഫെഡറലിസം എന്ന വാക്കിൻ്റെ അർത്ഥം?
ഈ രാജ്യത്തുള്ള 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും തുല്യമായ അവകാശങ്ങളും തുല്യമായ അധികാരങ്ങളും ഭരണഘടന വിഭാവനം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ ചിറ്റമ്മ നയമൊന്നുമില്ല. എനിക്ക് കേട്ടപ്പോൾ അല്പം ചിരിക്കാൻ തോന്നി. ശ്രീമതി രാഗേന്ദ് പറഞ്ഞു 3-4 വന്ദേ ഭാരത് വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ? അതൊന്നും ബഡ്ജറ്റിൽ പറഞ്ഞതല്ലല്ലോ. അപ്പോൾ ബഡ്ജറ്റിനകത്ത് ഏതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഇനിയും വരുമെന്നാണ് പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട BJP പ്രതിനിധിയോടൊന്ന് ചോദിക്കട്ടെ, നമ്മളെല്ലാവരും വളരെ കാലമായി താങ്കൾ ഉൾപ്പെടെ ജീവിക്കുന്ന ഈ കേരള സംസ്ഥാനം എത്രയോ വർഷങ്ങളായി ഒരു ആരോഗ്യ ഗവേഷണ കേന്ദ്രം എയിംസ് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് എന്താണ് അതിനെക്കുറിച്ച് കമാ എന്നൊരക്ഷരം പറയാതിരിക്കുന്നത്? 150 ഏക്കർ സ്ഥലം കിണാലൂർ എന്ന് പറയുന്നിടത്ത് മാറ്റിയിട്ടിരിക്കുകയാണ് എയിംസിന് വേണ്ടി. എന്തുകൊണ്ട് ഒരു ആരോഗ്യ ഗവേഷണ കേന്ദ്രം കേരളത്തിന് തരാൻ മടിക്കുന്നു? രണ്ടാമതൊരു പ്രധാന ചോദ്യം ഞാൻ ഏറ്റവും പുതുമയുള്ളത് ചോദിക്കട്ടെ. ശ്രീമതി രാഗേന്ദ്രനോട് അതിന് ഉത്തരം പറയണം. ഈ പറയുന്നല്ലോ വലിയ കൊട്ടിഘോഷിച്ച് വായ്ത്താരിയോടുകൂടി തുടങ്ങിയതാണല്ലോ വിഴിഞ്ഞം തുറമുഖം. എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന് അടുത്ത സ്റ്റേജിൻ്റെ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ എത്ര കോടി രൂപ 2ാം ഘട്ടത്തിലേക്ക് കൊടുത്തിരിക്കുന്നു? ഇന്നും വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നർ വിഴിഞ്ഞത്ത് ഇറക്കി വയ്ക്കുകയാണ്. കാരണം അവിടെ റോഡ് കണക്ടിവിറ്റി ഇല്ല, അവിടെ റെയിൽ കണക്ടിവിറ്റി ഉണ്ടായിട്ടില്ല. ബാലരാമപുരത്തെ റെയിൽ ട്രാക്കിൽ കൊണ്ട് ബന്ധിപ്പിക്കാൻ ഒരു അണ്ടർഗ്രൗണ്ട് പാത ഉണ്ടാക്കണമെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെടുത്താൻ റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കണമെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട്. 5 പൈസ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ടോ? ഈ വിഴിഞ്ഞം തുറമുഖം നമ്മൾ വലിയ ആഘോഷത്തോടു കൂടിയാണല്ലോ ഇവിടുത്തെ ഈ പറയുന്ന പിണറായി സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ കൊണ്ടുവന്നത്. ഇപ്പം എന്ത് സംഭവിച്ചു? അവിടെ പോലും വികസനത്തെ സംബന്ധിച്ച് വ്യക്തമാണ്. ശ്രീമതി രാഗേന്ദു, വലിയ വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അതോടൊപ്പം കേരളത്തിൽ നിന്നും ഒരു MBA ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ വലിയ വികസനത്തിൻ്റെ വിപ്ലവം കേരളത്തിന് നൽകും എന്നൊക്കെ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. തൃശ്ശൂരിൽ നിങ്ങൾക്കൊരു MP ഉണ്ടായി, ആ MP കേന്ദ്രമന്ത്രിയായപ്പോൾ കേരളത്തിന് ഉള്ളതുപോലുമില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. എയിംസിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നതാണെങ്കിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യവും. അദ്ദേഹം പറയുന്നു കണ്ടെത്തിയ ഭൂമി അത് പോരാ, 150 ഏക്കർ പോരാ എന്ന് പറയുന്നു. ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള BJPയുടെ നിലപാടും തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആളുകളെ കൊഞ്ഞനം കുത്തുന്ന നിലപാടായി മാറിയില്ലേ? ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഞങ്ങൾ വിജയിപ്പിച്ച് അയച്ച ഒരു MP ഉണ്ട്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി തന്നെയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് മറ്റൊരു കേന്ദ്ര സഹമന്ത്രിയുണ്ട്. ഈ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു MPയെ ഞങ്ങൾ വിജയിപ്പിച്ച് അയച്ചില്ലെങ്കിൽ പോലും കഴിഞ്ഞ 10 വർഷക്കാലം മോദി സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിന് ലഭിക്കേണ്ട കൃത്യമായിട്ടുള്ള പദ്ധതികളും അതിൽ കൂടുതലും കേരളത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഈ കേരളം സുപ്രീം കോടതിയിൽ പോയപ്പോൾ കേന്ദ്രം നൽകിയ കണക്കും കേരളത്തിന് അത് കൃത്യമായി ബോധ്യപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് 57,000 കോടി രൂപയുടെ ഒരു കള്ളക്കണക്ക് അങ്ങ് മുങ്ങിപ്പോയത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ പറയും, ഡോക്ടർ പ്രകാശ് സാറും അതുപോലെ തന്നെ ശ്രീ ജോർജ് സാറും രണ്ടുപേരും ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഇപ്പോൾ അവസാനം സൂചിപ്പിച്ചത്, ശ്രീ ജോർജ് സാറ് സൂചിപ്പിച്ചത് എയിംസിൻ്റെ കാര്യമാണ്. എയിംസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം നമുക്കറിയാം, ഇത് തുടക്കത്തിൽ വന്ന സമയത്ത് മുതൽ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് നെയ്യാർ ഡാമിൻ്റെ പരിസരത്ത് ഏകദേശം ഈ ഇതിന് വേണ്ടി വരുന്ന ഏകദേശം 200 ഏക്കറിന് അടുപ്പിച്ച് തന്നെ ഒരു 100 ഏക്കറിന് മുകളിൽ തന്നെ സ്ഥലം കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡാമിൻ്റെ സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തുന്നതായതുകൊണ്ട് ആ സ്ഥലം ഏറ്റെടുത്തില്ല. ഇപ്പോൾ തിരുവനന്തപുരവും കോട്ടയവും എറണാകുളവും അവസാനം ഇപ്പോൾ കോഴിക്കോടും എത്തി നിൽക്കുന്ന പല സ്ഥലങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിൽ അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു സ്ഥലമുണ്ടെങ്കിൽ എയിംസ് വരിക തന്നെ ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കേരളം നടത്തുന്ന, ഇപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം നടത്തുന്ന വീഴ്ചയാണ് ഓരോ പദ്ധതികളും നമ്മുടെ കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ള പ്രധാന കാരണം. അത് ഇപ്പോൾ എയിംസിൻ്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കാം. കാരണം ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവർ കൃത്യമായി അവരുടെ നിയമം അനുസരിച്ചിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എയിംസ് വരിക തന്നെ ചെയ്യും. കാരണം 7 എയിംസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 15ഓളം എയിംസുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് പ്രധാനമന്ത്രിയുടെ സ്കീം അനുസരിച്ചിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് വരണം എന്നുള്ളത് തന്നെയാണ് പദ്ധതി. അത് നടപ്പിലാക്കാം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ കൃത്യമായി കണക്കാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ ഭരണകൂടം അവർ നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവർ വീഴ്ച വരുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അതിനൊരു
എയിംസിൻ്റെ കാര്യം ഉൾപ്പെടെ ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഇവിടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അത് നമുക്ക് ഇനി അടുത്ത പദ്ധതി വിഹിതത്തിന് എത്ര രൂപയാണ് കണക്കാക്കുന്നത്. അതെല്ലാം തന്നെ, കാരണം വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു വികസനത്തിന് മുതൽക്കൂട്ടായി നിൽക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ അതിൽ എന്താണ് നൽകേണ്ടത് അത് കൃത്യമായി നൽകുക തന്നെ ചെയ്യും. അതോടൊപ്പം താങ്കൾ സൂചിപ്പിച്ചത് റെയിൽവേയുടെ കാര്യമാണ്. ഈ 2023-24 പദ്ധതിയിൽ ബഡ്ജറ്റിൽ ഏകദേശം 2033 കോടി രൂപയാണ് റെയിൽവേക്ക് നൽകിയത് കേരളത്തിൽ. 2024 ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ 3011 കോടി രൂപ. നമ്മുടെ UPA ഭരിക്കുന്ന സമയത്ത് നമുക്ക് 372 കേവലം 372 കോടി രൂപയാണ് റെയിൽവേ വികസനത്തിന് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അത് ഏകദേശം 8 ഇരട്ടിയിൽ പരം നമ്മുടെ കേരളത്തിന് ലഭിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വികസനങ്ങൾക്ക്, റെയിൽവേ വികസനങ്ങൾക്ക് ഏകദേശം 459 ഹെക്ടർ ഭൂമിയാണ് ലഭിക്കേണ്ടത്, അതായത് റെയിൽവേക്ക് നൽകേണ്ടത്. അതിന് ഏകദേശം 2125 കോടി രൂപ മുൻകൂറായി ഇവിടെ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ കേരളം നൽകിയിട്ടുള്ളത് വെറും 62 ഹെക്ടർ ഭൂമിയാണ്. അപ്പോൾ ആരാണ് വീഴ്ച വരുത്തുന്നത് എന്നുള്ളത് എൻ്റെ ചോദ്യമാണ്. കാരണം കേന്ദ്രം നൽകാനുള്ളതും ഇല്ലെങ്കിൽ അവർക്ക് നടത്തേണ്ടത്, കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് റെയിൽവേ ആകട്ടെ ദേശീയപാതയാകട്ടെ അതൊക്കെ വികസിക്കുന്നത് ഓരോ ദിവസവും അതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ്, റെക്കോർഡ് വേഗത്തിലാണ് കുതിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി നടപ്പിലാക്കേണ്ട കാര്യം നടപ്പിലാക്കണം കേരളം. അല്ലാതെ ഓരോ സമയത്തും കേന്ദ്രത്തിനോട് കുറ്റം പറഞ്ഞ് ഇല്ലെങ്കിൽ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. വികസനം അത് പറയേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. പവർ പോയിന്റ് ചർച്ച ചെയ്തത് കേന്ദ്ര ബജറ്റിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കേന്ദ്ര ബജറ്റിലെ 2 സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച അമിത പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. അതിലുള്ള രാഷ്ട്രീയം ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹമായത് കിട്ടിയില്ല എന്ന പ്രതിഷേധം ഉയരുമ്പോൾ അത് അത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ എന്തായാലും പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും സാധിക്കുകയില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ BA പ്രകാശ്, പ്രൊഫസർ AG ജോർജ്, ശ്രീമതി രാഗേന്ദു, മൂവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വിഷയമായി കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.